ഇത് ഈ റോഡെന്ന് പറയുന്നത് നെയ്യാറ്റിൻകര മുതൽ കാട്ടാക്കട വരെ പോകുന്ന ഈ തൊട്ടടുത്ത കാലങ്ങളിൽ പൂർണ്ണമായി പണി പൂർത്തിയാക്കിയ റോഡാണ്. ഇന്നലെ രാത്രി PWD കോൺട്രാക്ടർ എന്താണെന്ന് അറിയില്ല, രാത്രി വന്നിട്ട് എവിടെയായിട്ട് ഡാമേജ് വർക്ക് ചെയ്യുന്നത് പോലെ താറ് കൊണ്ട് ഇട്ടിട്ട് പോയി. അന്ന് പറഞ്ഞാൽ ഉള്ള ഒരു കുഴിയോ ഒന്നുമില്ലാത്ത റോഡിലാണ് കുറച്ച് സ്പ്രേ പോലെ അടിച്ചിട്ട് മെറ്റിൽ വിട്ടിട്ട് പോയിരിക്കുന്നത്. മെറ്റിൽ പൊടിയാണ്, ചിപ്സും ഇത് പിന്നെ കീലും കൂടെ ടാറും കൂടെ സ്പ്രേ ചെയ്ത് അടിച്ചടിച്ചിട്ട് പോയി. തൊട്ടടുത്ത് കാണുന്ന ആ കടയുടെ മുമ്പേ ബാക്കിയുള്ള ടാറും ഒഴിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ റോഡിന്റെ ഇവിടെ ഈ റോഡിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആളാണോ? തൊട്ടടുത്ത് എന്ത് ജോലി? ഞാനൊരു കരിക്കട നടത്തുന്നുണ്ട്. ഓക്കെ, ഈ കരിക്ക് കട ഈ റോഡിന്റെ സൈഡിലാണ് നടത്തുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ റോഡിൽ യാതൊരുവിധ കുഴികളോ ഒന്നും തന്നെ ഇല്ല. കുഴികളില്ലാത്ത ഈ റോഡിൽ നെയ്യാറ്റിൻകര PWD ആൾക്കാർ വന്നിട്ട് ഈ റോഡിൽ കുഴിയുണ്ട് എന്ന് രാത്രി, അതായത് ഓക്കെ, രാത്രി അവിടെ എവിടെയായിട്ട് കുഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡുകൾക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ റോഡ് പ്രശ്നങ്ങളില്ലാത്ത ഈ റോഡിൽ മാർച്ച് മാസം പ്രമാണിച്ച് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പിൻ്റെ ഭാഗമാണിതെല്ലാം. ഇത് ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. നിലവിലുള്ള നല്ല റോഡിൻ്റെ പുറത്ത് ഒരു മെയിൻ്റനൻസ് വർക്ക് വരത്തക്ക രീതിയിൽ ഒരു ചിപ്സ് പൊടിയും ടാറും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ പോലെ അടിച്ചിരിക്കുന്നു. അത് ഇനി അവർ അളന്ന് പിറക്കിയിട്ട് അതിന് വേണ്ടിയുള്ള ചിലപ്പം ഒരടി കുഴിയോ വല്ലതും ആണെന്നായിരിക്കും ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ നിലവിൽ ഈ റോഡിൽ കുഴികളില്ലാത്ത നല്ല റോഡാണ്. ഇപ്പോൾ സ്റ്റെപ്പായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ടാറിങ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ വാഹനങ്ങൾ ഇടിച്ചിട്ടേ പോവുള്ളൂ. ഇതിങ്ങനെ എവിടെയായിട്ടാണ്. ഇത് ധാരാളം റോഡുകൾ മെയിൻ്റനൻസിന് വർക്കിന് അനുയോജ്യമായ റോഡുകൾ ഇവിടെ ഉണ്ടായിട്ട് അത് ചെയ്യാതെ നിലവിൽ ഈ തൊട്ടടുത്ത കാലങ്ങളിൽ ചെയ്ത നല്ല പുതിയ റോഡിനെ ആണ് ഇപ്പം ഇത്തരത്തിൽ ഇതൊരു എന്തുകൊണ്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത്? ഇതൊരു മാർച്ചിൽ വരുന്ന ഇയർ എൻഡിൽ വരുന്ന കോടികളുടെ വെട്ടിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും തമ്മിലുള്ളൊരു കളിയാണ്. അല്ല, പബ്ലിക്കിന് ജനങ്ങൾക്ക് ഇത് ആവശ്യമുള്ള കേസല്ല. നല്ല റോഡിന് എന്തിനാ പൈസ ഉള്ളതൊന്ന് ഇവിടെ ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ നിർത്തിയില്ല. നിങ്ങളെ കട എത്ര മണി വരെ ഉണ്ട്? നിങ്ങളെ കരിക്ക് കടയാണ്? ഞാൻ സന്ധ്യയ്ക്ക് 7 മണിക്ക് പോകും. 7 മണി വരേക്കും ഇവിടെ ഉള്ള ആരും തന്നെ കണ്ടിട്ടില്ല. 7 മണി വരേക്കും ഈ റോഡിന് യാതൊരു വിധത്തിലും പണികൾ നടന്നിട്ടില്ല. രാത്രി 7 മണിക്ക് ശേഷമാണ്. രാത്രി 7 മണിക്കെന്ന് പറയുന്നത് ഇവിടെ നാട്ടുകാരൊക്കെ എത്ര മണി വരെ ഉണ്ടാവും? നാട്ടുകാർ എത്ര മണി വരെയൊക്കെ ഇവിടെ കാണും? 10 മണി. ഈ 10 മണി വരേക്കും യാതൊരു തരത്തിലും ഈ റോഡിന്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ PWD ആളുകൾ എത്തിയിട്ടില്ല. എന്നാൽ അതിനുശേഷം അർദ്ധരാത്രിയോടനുബന്ധിച്ച് ഇവരെത്തിയതിന് ശേഷമാണ് ഈ പൊട്ടിപ്പൊളിയാത്ത റോഡിൽ എല്ലാവരും കാണുക റോഡിൻ്റെ പണി നടത്തി എന്ന് കാണിച്ചുകൊണ്ട് ഈ മാർച്ച് മാസത്തിലെ ഇയർ എൻഡോടനുബന്ധിച്ച് തന്നെ ഈ ഫണ്ട് തട്ടിയെടുക്കുക എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഫണ്ട് തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയായിട്ട് ഇവർ റോഡ് മെയിൻ്റെനൻസ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് വർക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയുണ്ടായിരിക്കുന്ന ഈ ഒരു കീലും ചിപ്സ് പൊടിയും എല്ലാം തന്നെ ഫ്രണ്ടിലുള്ള ഒരു മുൻവശത്തായിട്ടുള്ള ഒരു കടയുടെ ഫ്രണ്ടിൽ ഇവർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഫണ്ട് അടിച്ചു മാറ്റാനുള്ള പ്രധാന പരിപാടി തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ഉണ്ട് പല റോഡുകളിലും. ഇവിടെ നിന്ന് അതിൻ്റെ ഒരു പേപ്പർ കനത്തിലാണ് ഒരു കറുത്ത ഒരു കളർ കാണുന്നത്. ഇത്രയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ വഴി കുഴിയോ ഒന്നും ഈ റോഡിലെ കുഴികളേ ഇല്ല. അതിൻ്റെ ബാക്കി വന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത്, ഈ ഒഴിച്ചിരിക്കുന്നത്. അതൊരു കടയുടെ ഫ്രണ്ടിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിന്ന് പറയൂ. രാത്രിയായിരിക്കും സംഭവിച്ചത്. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. രാത്രി 10 മണി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ നമ്മൾ പോകുന്നത്. ഈ ഹോട്ടല് 11 മണിയിലെ കാണും. പക്ഷെ അവർ അടച്ചിട്ട് പോയതിനു ശേഷമാണ് സംഭവിച്ചത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്കറിയാൻ പറ്റില്ല. ഇല്ല, അങ്ങനെയൊന്നും പറയാൻ കൊള്ളുകയില്ല. ഞാനിവിടെ ജോലിക്ക് നിൽക്കുകയാണ്, എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇത് കുഴിയൊന്നുമില്ല. പക്ഷേ ഇവിടെയും നല്ല ഇതാണ് കേട്ടോ, നല്ല നീറ്റായിട്ടാണ് കിടന്നത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ ഗവൺമെൻറ് ആൾക്കാരായിരിക്കും ചിലപ്പോൾ. എന്തുകൊണ്ടാണ് കുഴിയില്ലാത്ത റോഡുകളിൽ അവർ ഇത് ചെയ്തിരിക്കുന്നത്? അറിയാൻ പാടില്ല. എൻ്റെ പേര് രഘുനാഥൻ നായർ. ഇവിടെ കുഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ടാറ് പാതിരാത്രിക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. നേരം വെളുത്ത് കട തുറക്കാൻ വന്നപ്പോഴത്തേക്ക് കട തുറക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അവിടെ വൃത്തികേടാക്കി ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ടാറല്ല, എന്തോ വേസ്റ്റ് എടുത്ത് ഒഴിച്ചിട്ട് അവർ പോയിരിക്കുകയാണ്. എന്താണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം കട തുറന്ന് കടയ്ക്കകത്ത് കയറാൻ നിവൃത്തിയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്. ഇവിടെ ഈ റോഡിന് കുഴിയുണ്ടായിരുന്നു? ഈ റോഡിൽ കുഴിയൊന്നുമില്ലായിരുന്നു. ഇത് എന്തിനവരെ ഇട്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു
അത് തന്നെ, അതിനെക്കുറിച്ച് അറിയില്ല. അതാണ് നമ്മളും അതിശയിക്കുന്നത്. ആരാണ് ചെയ്തെന്നറിയില്ല. ആരാണ് ചെയ്തതെന്നും അറിയില്ല. നിങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണ്? വാർഡ് മെമ്പർ ഗോപൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ. ഇത് VWD അല്ലേ, വാർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ, ചോദിക്കാം, മുനിസിപ്പാലിറ്റിയിൽ വേണമെങ്കിൽ പറയാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇത് ചെയ്തത് പിന്നെ വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ്. കാരണം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. ഈ അഴുക്ക് ചാലു പിന്നെ ഓടയിലെടുത്ത് ഒഴിക്കും പോലെയാണ് അവർ ഈ പിന്നെ കടയുടെ മുമ്പ് എടുത്ത് ഒഴിച്ചിട്ട് പോയത്. അത് തന്നെ ആരടുത്ത് പറയാനെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. PWDയിൽ പറയാനോ അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ MLA പറയാനേ പറ്റൂ. ഇവിടുത്തെ നാട്ടുകാർ പോലും ഒരു പക്ഷേ അതിശയത്തോടെ നോക്കുകയാണ്. കാരണം തലേ ദിവസം വരേക്കും ഈ റോഡിൽ ഒരു കുഴിയുമില്ല. കുഴിയില്ലാത്ത ഈ റോഡിൽ തന്നെയാണ് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടത്തിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ടാർ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇത് പേപ്പർ കനത്തിനുള്ള ഒരു ടാറാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം വാഹനങ്ങൾക്ക്, നിലവിൽ വരുന്ന വാഹനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. നിലവിൽ സ്കൂട്ടറുകൾക്ക്, ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇത് ഏറെ അപകടമുണ്ടാക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത് ഈ കുഴിയില്ലാത്ത ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തിരിക്കുന്ന നെയ്യാറ്റിൻകര PWDയിലെ എഞ്ചിനീയർ ഇതിന് ഉത്തരവാദിയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ റോഡിൽ കുഴിയില്ലാത്ത റോഡ് നികത്തി ഈ ഫണ്ട് എന്തിനാണ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത്.